ഡൽഹി GTB ആശുപത്രിയിൽ ജീവനക്കാരുടെ പ്രതിഷേധം. ജീവനക്കാരുടെ സുരക്ഷ ആവശ്യപ്പെട്ടാണ് നഴ്സസ് ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിക്കുന്നത്. വിവരങ്ങളുമായി വിനിത വിജയരികയാണ്. വിനിത, ആശുപത്രിയിലെ രോഗി വെടിയേറ്റ് മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ അല്ലേ ആ പ്രതിഷേധത്തിന്റെ സാഹചര്യം? തീർച്ചയായും ഹാഷ്മി, ഇപ്പോൾ ജീവനക്കാരുടെ പ്രതിഷേധം അതിങ്ങനെ പുരോഗമിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്ന പോലുള്ള മുഴുവൻ ജീവനക്കാരും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട്. നഴ്സുമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, മറ്റ് ജീവനക്കാരടക്കം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിരിക്കുകയാണ്. അവർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രധാനമായും അവർ പറയുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കണം ഉൾപ്പെടെയുള്ള അവരുടെ ആവശ്യങ്ങൾ തന്നെയാണ്. അതിലൊക്കെ തന്നെ ഒരു പരിഹാരം ഉണ്ടാകണമെന്നും അവർ പറയുന്നുണ്ട്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിക്ക് നേരെ വെടിയുതിർക്കുകയും അയാൾ മരണപ്പെടുകയും ചെയ്തത്. പിന്നീട് ഡോക്ടർമാർക്ക് നേരെ പോലും അക്രമി ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ സമാധാനപരമായി ഇവിടെ ജോലി ചെയ്യാൻ കഴിയുമെന്നുൾപ്പെടെയുള്ള ചില ചോദ്യങ്ങൾ കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മലയാളികൾ ഉൾപ്പെടെയുള്ള നഴ്സുമാർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി നഴ്സുമാരും ജീവനക്കാരും അടക്കം ഇവിടെയുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. मैं तो प्रशासन से ये रिक्वेस्ट करती हूँ कि सिक्योरिटी टाइट करें ताकि हम लोगों को अच्छा एनवायरनमेंट मिल सके, जिससे हम अपने आराम से ड्यूटी कर सके। लेकिन ऐसा नहीं है। बहुत सालों से मैं ड्यूटी कर रही हूँ। यहाँ पे सिक्योरिटी गार्ड का ड्यूटी अच्छा नहीं है। उनको कितना भी मर्जी बोल लो, और ज्यादा से ज्यादा यहाँ पे पैसे दे के भी अंदर आते हैं लोग, तो ये करप्शन भी बहुत ज्यादा है। सिक्योरिटी से हम बहुत परेशान हैं, और जिससे कि हमारा काम भी इफेक्ट होता है। हम भी अपना काम अच्छे से नहीं कर पाते हैं, क्योंकि लड़ाई झगड़े बहुत ज्यादा होते हैं, और स्पेशली CLR SLR मतलब लेबर रूम में ज्यादा होते हैं, और OT के बाहर ज्यादा होते हैं. തീർച്ചയായും ഹാഷ്മി, അവർ പറയുന്നത് പോലെ അവരുടെ ജോലി അത് വളരെ നല്ല രീതിയിൽ ചെയ്യണമെന്ന് അവർക്കുണ്ട്. പക്ഷെ അങ്ങനെയെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇവിടെ വേണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ മലയാളികളായിട്ടുള്ള അസോസിയേഷന്റെ ഒക്കെ ആളുകളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ജോലി നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം, പക്ഷെ അതേസമയം ഈ പറഞ്ഞതുപോലുള്ള ഒരു സുരക്ഷ വേണം എന്നത് തന്നെയാണല്ലോ പ്രധാന. ഇത് ആക്ച്വലി 300ഓളം മലയാളി സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണിത്. 1500 ബെഡോളം ഉള്ള ഒരു ഹോസ്പിറ്റലാണിത്. അപ്പോൾ ഒരു 1 വീക്ക് മുമ്പ് ഡെലിവറി റൂമിൽ ഇതേപോലെ പുറത്തുനിന്ന് ആളുകൾ കയറുകയും ഡോക്ടേഴ്സിനെയും സ്റ്റാഫിനടക്കം മർദ്ദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ റെസിഡന്റ് ഡോക്ടേഴ്സും നഴ്സസ് GTB ആശുപത്രിയിലാണ് ജീവനക്കാരുടെ പ്രതിഷേധം. സുരക്ഷ ആവശ്യപ്പെട്ടാണ് അതിന്റെ വിവരങ്ങൾ നൽകിയത്.